Hey all, welcome to the class. Today we are going to discuss a small topic in the subject Mechanics of Machinery. Today's topic is interference in involute gear and how to reduce or avoid interference. For that, first of all, we must know what is interference. For that, I am considering two mating gears with centers O1 and O2. Let it O1 centered gear as pinion and O2 centered gear as wheel. And the radius of pinion will be small r, or it can be expressed as O1p is equal to small r. Similarly, O2p will be capital R, or radius of wheel. And you can see two addendum circles here. Here is the main important term, that is actual addendum circle and maximum addendum circle. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അഡൻഡം സർക്കിളിന് ഒരു വാല്യൂ ഉണ്ട്. അത് നമ്മൾ പൊതുവെ എല്ലിൻ്റെ നമ്മളുടെ പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കെ എൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ കെ എല്ലിൻ്റെ ലെങ്ത്ത് എവിടുന്ന് മുതൽ എവിടെ വരിക എന്നുള്ളതിന് അത്ര ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ മാക്സിമം വാല്യൂവിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതാണ് എമ്മും എന്നും. ഇതിന് ഇൻ്റർഫറൻസ് പോയിൻ്റ് എന്ന് പറയും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അഡൻഡം സർക്കിളിൻ്റെ റേഡിയസ് കൂട്ടുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് മാക്സിമം അഡൻഡം സർക്കിൾ ഓഫ് പിനിയൻ ഈസ് പാസിങ് ത്രൂ ദ പോയിൻറ്റ് എൻ. ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ്റർഫറൻസ് ഒക്കെ ചെയ്യും. അഥവാ മുകളിലത്തെ ഗിയറിൻ്റെ മുകളിൽ താഴത്തെ ഗിയറിൻ്റെ ടൂത്ത് അമർന്നിട്ട് അവിടെ ഒരു അണ്ടർ കട്ടിങ്, ഒരു ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് നമ്പർ ഓഫ് ടീത്ത് കൺട്രോൾ ചെയ്യലും, രണ്ടാമത്തത് പ്രഷർ ആംഗിൾ കൺട്രോൾ ചെയ്യലും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യത്തെ നമ്മൾ വാട്ട് ഈസ് ഇൻ്റർഫറൻസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് വെൻ ദ ടിപ്പ് ഓഫ് tooth undercuts the root on its mating gear, that we have already told, and these values have communicated from the previous slide. And the main disadvantage is expressed here. The tip of tooth on pinion will then undercut the tooth on the wheel. Similarly, the tip of tooth on wheel will undercut the tooth on pinion also. ആ രണ്ടും വരുന്നുണ്ട്. ആ രണ്ട് പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇൻ്റർഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. You can select a triangle O1MN and O1MP. ഇതിൻ്റെ അകത്ത് രണ്ട് ട്രയാങ്കിൾ ഞാനിപ്പോൾ എടുക്കുകയാണ്. O1M എന്നുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ O1N എന്നുള്ള ഈ ഇതായിരിക്കും അതിൻ്റെ ഹൈപ്പോട്ടനസ്. ഓക്കെ, നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ എഴുതാം. O1N ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് O1M² പ്ലസ് MN². എന്നാൽ നമ്മൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. O1M എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ O1PM എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ O1P ഇൻറ്റു കോസ് ഫൈ ആയിരിക്കും. അഥവാ O1P എന്ന് പറയുന്നത് സ്മോൾ ആർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർ കോസ് ഫൈ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർ കോസ് ഫൈ ഈക്വൽ ടു O1M. സിമിലർലി നമുക്കിപ്പോൾ MN കണ്ടുപിടിക്കണം. MN കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ MN MP പ്ലസ് PN എന്ന് എഴുതുവാണ്. MP എന്ന് പറയുന്നത് നേരത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ O1P ഇൻറ്റു സൈൻ ഫൈ ആയിരിക്കും. അതേപോലെ PN എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ എടുക്കുന്നത് O2PN എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നത്. അവിടെ എടുത്തു കഴിഞ്ഞാൽ O2P ഇൻറ്റു സൈൻ ഫൈ ആയിരിക്കും. ഇത് O2P എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് MN ഈക്വൽ ടു ആർ സൈൻ ഫൈ പ്ലസ് ക്യാപിറ്റൽ ആർ സൈൻ ഫൈ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു സൈൻ ഫൈ. സോ ഫൈനൽ ഇക്വേഷൻ ഓഫ് O1N എന്നുള്ളത് ആർ കോസ് ഫൈ സ്ക്വയർ പ്ലസ് ആർ സൈൻ ഫൈ സ്ക്വയറിന് വരും. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതാണ് മാക്സിമം വാല്യൂ ഓഫ് അഡൻഡം റേഡിയസ്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് ഒക്കെ അറിയും. അതായത് നമ്മുടെ വാല്യൂസ് എല്ലാം തന്നെ ഈ ലിമിറ്റിനുള്ളിൽ നമുക്ക് സ്റ്റേബിളാക്കി വെക്കണം. അതേപോലെ നമുക്ക് O2M വാല്യൂ കണ്ടുപിടിക്കാം. O2M വാല്യൂ കണ്ടുപിടിക്കാൻ ഇതേ മെത്തേഡ് ടോപ്പ് സൈഡിൽ ചെയ്താൽ മതി. അത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് O2NM എന്നുള്ളതും O2NP എന്നുള്ള രണ്ട് ട്രയാങ്കിൾസാണ് എടുക്കുന്നത്. ആ രണ്ട് ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഫൈനലി ഇക്വേഷൻ വരിക. സെയിം മെത്തേഡാണ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി മാക്സിമം പാത്ത് ഓഫ് കോണ്ടാക്ട് ഞാൻ പറഞ്ഞു, കെ എൽ എന്നുള്ളതാണ് നമ്മൾ പാത്ത് ഓഫ് കോണ്ടാക്ട്. അതിൻ്റെ വാല്യൂ MN എന്നുള്ളതിൻ്റെ ബിയോണ്ട് പോകരുത്. അങ്ങനെ പോയാൽ ഇൻ്റർഫറൻസ് ഒക്കെ ചെയ്യും. അതുകൊണ്ട് മാക്സിമം പാത്ത് ഓഫ് കോണ്ടാക്ട് വിൽ ബി MN. M എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു സൈൻ ഫൈ. അതിനെ കോസ് ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് മാക്സിമം ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ കോസ് ഫൈ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് വിൽ ബി സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു ടാൻ ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമം നമ്പർ ഓഫ് ടീത്ത് റിക്വയർഡ് ടു അവോയ്ഡ് ഇൻ്റർഫറൻസ് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അതാണ് O1PN.
ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിരിക്കുന്ന നോർമൽ ഇക്വേഷൻ എടുക്കണം. അത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് എയും ഇത് ബിയും ഇത് സിയുമാണെങ്കിൽ, ഈ ആംഗിൾ ഫൈയുമാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, O1P എന്ന് പറയുന്നത് എയും പി എൻ എന്ന് പറയുന്നത് ബിയും O1N എന്ന് പറയുന്നത് സിയും ആണെങ്കിൽ, സി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 2AB കോസ് ഫൈ എന്നാണ് വരിക. ഇത് നമ്മളുടെ ബേസിക് പ്ലസ് ടുവിലെ ഇക്വേഷനാണ്. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ O1N സ്ക്വയർ ഈസ് ഈക്വൽ ടു O1P സ്ക്വയർ പ്ലസ് PN സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു O1P ഇൻറ്റു PN ഇൻറ്റു കോസ് O1PN വരും. O1PN എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്ന അടുത്ത ടെക്നിക്ക്, ഇവിടെ 90 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് വരുന്ന ഫൈ ആയിരിക്കും. അഥവാ ടോട്ടൽ ആംഗിൾ വിൽ ബി 90 പ്ലസ് 5 എന്നുള്ളതായിരിക്കും. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എന്നാൽ നമ്മൾ ഇക്വേഷൻ വരിക, O1N സ്ക്വയർ ഈസ് ഈക്വൽ ടു, O1P എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ആർ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്മോൾ ആർ സ്ക്വയർ എന്ന് എഴുതാം. PN എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ആർ സൈൻ ഫൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബിക്കം ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. പിന്നെ വരുന്നത് 2 ഇൻറ്റു O1P എന്ന് പറയുന്നത് സ്മോൾ ആർ തന്നെ ഉണ്ടാവും. PN എന്നുള്ളത് ആർ ക്യാപിറ്റൽ ആർ സൈൻ ഫൈ വരും. അതുപോലെ ആംഗിൾ കോസ് 90 പ്ലസ് 5. അന്നേരം കോസ് 90 പ്ലസ് 5 എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് വിൽ ബി മൈനസ് സൈൻ 5. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ചിഹ്നം മാറും. അതുകൊണ്ട് തന്നെ O1N സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് 2 ഇൻറ്റു സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സൈൻ സ്ക്വയർ 5 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ അന്ന് കോമൺ ആയിട്ട് നമ്മൾ സ്മോൾ ആർ സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണ്. സ്മോൾ ആർ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ സ്മോൾ ആറിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ വരും. ഇവിടെ സ്മോൾ ആർ 1 ക്യാൻസൽ ആയി പോയാൽ 2 ക്യാപിറ്റൽ ആർ സൈൻ സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ ആർ വരും. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഇൻറ്റു സൈൻ സ്ക്വയർ 5 പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർ ബൈ ആർ വരും, പ്ലസ് 2 മാത്രം വരും. അതാണ് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് സ്ക്വയർ ടേമിലുള്ളത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടും. റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയറിൻ്റെ റൂട്ട് സ്മോൾ ആർ തന്നെ വരും, ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5. ഇപ്പോൾ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ റേഷ്യോ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് മുമ്പ് അഡൻഡം ഓഫ് പിനിയൻ കാണാനുള്ള ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അഡൻഡം ഓഫ് പിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അഡൻഡം ഓഫ് പിനിയൻ എന്നുള്ള കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ അഡൻഡം ഇൻ ടേംസ് ഓഫ് മൊഡ്യൂളാണ് തന്നിരിക്കുന്നത്. അഥവാ 1 മൊഡ്യൂൾ അല്ലെങ്കിൽ 1.1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രാക്ഷൻ വെച്ചിട്ടാണ് അത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഫ്രാക്ഷനാണ് നമ്മളിവിടെ AP എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഫ്രാക്ഷൻ ഓഫ് അഡൻഡം വാല്യൂ. അത് ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾ. അതായത് AP ഇൻറ്റു M ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ O1N എന്ന് പറയുന്നത് മൈനസ് O1P എന്ന് പറയുന്നതായിരിക്കും. അതിൻ്റെ ഈ സർക്കിളിന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ളതായിരിക്കും മാക്സിമം അഡൻഡം അലൗഡ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O1N മൈനസ് O1P എന്നുള്ളതായിരിക്കും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ O1N നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മൈനസ് O1P എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. അതിൻ്റെ അർത്ഥം ഫുള്ളായിട്ട് ആറ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാവും. സ്മോൾ ആർ എന്നുള്ളത് നമുക്കറിയാം പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ ആണ്. ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് M സ്മോൾ t ബൈ 2. ഇത് എഴുതി കഴിഞ്ഞാൽ എമ്മും ക്യാൻസൽ ആയി പോകും. ബാക്കി ഉണ്ടാവുക t/2 ഇൻറ്റു ഈ ഇക്വേഷനാണ്. നമുക്ക് മിനിമം നമ്പർ ഓഫ് ടീത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ വരേണ്ട ടേം ടീത്തിൻ്റെയാണ്. അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേംസ് എല്ലാം ഇങ്ങോട്ടേക്ക് പോകും. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 2AP ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5 റൂട്ടിൻ്റെ പുറത്ത് -1. ഇതാണ് ഇക്വേഷൻ വരിക. അതായത് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ നമ്മൾ നേരത്തെ പറഞ്ഞു ഗിയർ റേഷ്യോ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ദിസ് വൺ. നമുക്ക് സിമിലർലി മിനിമം നമ്പർ ഓഫ് ടീത്ത് റിക്വയർഡ് ഓൺ ദ ഗിയർ കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ഓർ വീൽ ടു അവോയ്ഡ് ഇൻ്റർഫറൻസ്. സെയിം ഫിഗറാണ് എടുക്കുന്ന, നമ്മളുടെ ട്രയാങ്കിളിന് മാത്രം വ്യത്യാസം. നമ്മൾ എടുക്കുന്നത് O2PM എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൽ നേരത്തെ അതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ O2M സ്ക്വയർ ഈസ് ഈക്വൽ ടു O2P സ്ക്വയർ പ്ലസ് PM സ്ക്വയർ മൈനസ് 2 ഇൻറ്റു O2P ഇൻറ്റു PM ഇൻറ്റു കോസ് ഇൻറ്റു O2PM.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആംഗിൾ വരിക 90+5 ആണ്. അത് നിങ്ങൾക്ക് വരച്ച് നോക്കാം. ഇവിടുന്ന് ഒരു 90 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ cos 90+5 ആണ് ഇവിടുത്തെ ആംഗിൾ വരിക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ O2P എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അതുപോലെ PM എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, സ്മോൾ r sin 5 ആണ്. അതുകൊണ്ട് തന്നെ r² sin square 5 വരും. -2 × ക്യാപിറ്റൽ R × സ്മോൾ r sin 5 × cos 90+5. cos 90+5 മൈനസ് sin 5 ആണ്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് O2M = ക്യാപിറ്റൽ R × √1 + സ്മോൾ r by ക്യാപിറ്റൽ R × സ്മോൾ r by ക്യാപിറ്റൽ R +2 × sin square 5 എന്ന് വരും. നമുക്ക് ഇതിനകത്ത് അഡൻഡത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അഡൻഡത്തിൻ്റെ ഇക്വേഷൻ വീലായതുകൊണ്ട് ഞാൻ നേരത്തെ AP എന്നുള്ളത് പിനിയൻ്റെ ആയിരുന്നു. അതുകൊണ്ട് വീലായതുകൊണ്ട് AW എന്നാണ് എടുക്കുന്നത്. അതും ഫ്രാക്ഷൻ ഓഫ് അഡൻഡം ഇൻ മൊഡ്യൂൾ ടേംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ O2M - O2P ആയിരിക്കും അതിൻ്റെ അഡൻഡം വരിക, മാക്സിമം അഡൻഡം. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ O2P എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. നമുക്ക് സോൾവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ടിയുടെ ഇക്വേഷൻ 2 × AW / 1 + സ്മോൾ r by ക്യാപിറ്റൽ R × സ്മോൾ r by ക്യാപിറ്റൽ R +2 × sin square 5 - 1 നമുക്ക് എഴുതാം. ആൻഡ് ഫൈനൽ ഇക്വേഷൻ വിൽ ബി അപ്ലൈയിങ് ഗിയർ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ വിൽ ബി T = 2 × AW / 1 + 1/g × 1/g + 2 × sin square 5 - 1. ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രോബ്ലത്തിൽ ഈ ഇക്വേഷൻസ് ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പിനിയൻ്റെ ഇക്വേഷനോ ഗിയറിൻ്റെ ഇക്വേഷനോ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാറില്ല. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ, ഈ ഫൈനൽ, ഇതിൻ്റെ അത് വീലിൻ്റെ അല്ലെങ്കിൽ ഗിയറിൻ്റെ ആണ് ടേംസ് തന്നിരിക്കുന്ന അഡൻഡം. നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് തരാത്ത പ്രോബ്ലത്തിലാണ് പൊതുവെ ടീത്ത് കണ്ടുപിടിക്കേണ്ടി വരും. അന്നേരം വീലാണോ ഗിയറാണോ എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫൈനൽ ഇക്വേഷനെ സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടീനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്. രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടീയും ക്യാൻസൽ ആയി പോകും. ഫൈനലി ടി മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ 1/g ആണ്. അന്നേരം ടേംസ് ആ ജി ഇവിടെ വരും. ടോട്ടലി ഈ ഇക്വേഷനാണ് നമ്മുടെ മിനിമം നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാൻ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ വിട്ടുപോകരുത്. ഈ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ വി വിൽ ഡു എ പ്രോബ്ലം. 2 gear wheels mesh externally and are to give a velocity ratio of 3. Velocity ratio is equal to gear ratio. അത് ഓർമ്മയിൽ വേണം. So that will be G is equal to 3. The teeth are of involute profile of module 6 mm. So M is equal to 6 mm. The standard addendum is 1 module. 1 module means addendum AP .m is equal to 1 module. അല്ലെങ്കിൽ AP എന്നല്ല AW എന്നാണ് വേണ്ടത്. ആക്ച്വലി അത് റോങ് ആണ്. പിനിയനാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ക്വസ്റ്റ്യൻ കണ്ടിട്ട്. AWM = 1 module, അതായത് = 6 mm. ഓർ AW = AP അല്ല, AW = 1. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ if the pressure angle is 18 degree, so phi is equal to 18 degree and pinion rotates at 90 rpm. അത് ഞാൻ ഇവിടെ എഴുതാൻ വിട്ടു. 90 rpm ആണ്, 1000 അല്ല, 90 rpm ആണ്. ഒരു കോപ്പി പേസ്റ്റ് എറർ ആണ്, സോറി. Find the number of teeth on each wheel so that interference is just avoided and length of path of contact and maximum velocity of sliding between the teeth. അപ്പോൾ നമുക്കിപ്പോൾ നമ്പർ ഓഫ് ടീത്ത് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. മിനിമം നമ്പർ ഓഫ് ടീത്തിന് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ ഞാൻ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ വരുന്നത്. അതിൻ്റെ AW എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ G എന്ന് പറയുന്നത് 3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏകദേശം 18.27 ആണ് കിട്ടുക. അതൊരു ന്യൂമറിക്കൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അടുത്ത ന്യൂമറിക്കൽ വാല്യൂ എടുക്കുകയാണ് 19. സോ സ്മോൾ ടി = 19 ആണെന്ന് നമുക്ക് കിട്ടും. പിനിയൻ്റെ ഏറ്റവും മിനിമം ടീത്ത് റിക്വയർഡ് ഈസ് 19. സോ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഗിയർ റേഷ്യോ 3 എന്നുള്ളത് അപ്ലൈ ചെയ്യുകയാണ്. ഗിയർ റേഷ്യോ എന്നുള്ളത് G = ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ടി = 3 × T കിട്ടും. ദാറ്റ് വിൽ ബി 57. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, അത് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാനാണ്. സോ ഫോർ ഫൈൻഡിങ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് വി നീഡ് ടു ഫൈൻഡ് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് ദ പിനിയൻ. ദാറ്റ് സ്മോൾ r is equal to m × small t / 2.
So m is 6, small t is 19. So the final value will be 57 mm. Similarly, pitch circle radius of gear can be found out using the equation capital R is equal to small m into capital T divided by 2, and that will be 171 mm. And addendum circle radius of pinion and wheel can be found out using the equation R plus addendum and capital R plus addendum, that will be 63 and 177. നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ വീലിൻ്റെയും പിനിയൻ്റെയും അഡൻഡത്തിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസമൊന്നും പറയാത്തതുകൊണ്ട് സെയിം ആയിട്ട് എടുക്കാം. വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വേറെ തന്നെ എടുക്കണം. ഇനി ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ടിൻ്റെ ഇക്വേഷൻ എടുക്കുക. കെ പി ഇസിക്കൽ ടു റൂട്ട് ഓഫ് ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോ സ്ക്വയർ 5 മൈനസ് ആർ സൈൻ 5. ക്യാപിറ്റൽ ആർ എ 177 ആണ്, സ്മോൾ ആർ ക്യാപിറ്റൽ ആർ 171 ആണ്. പ്രഷർ ആംഗിൾ 5 ഇസിക്കൽ ടു 18 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ പി ഇസിക്കൽ ടു 17.02 കിട്ടും. സിമിലർലി റിസസ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി പി എൽ ഇസിക്കൽ ടു root of small r a square minus r square cos square 5 minus r sin 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 14.48 mm കിട്ടും. ഇനി നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി കെ എൽ ഈക്വൽ ടു കെ പി പ്ലസ് പി എൽ ആയിരിക്കും. കെ പി പ്ലസ് പി എൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 17.02 പ്ലസ് 14.48 ആണ്. സോ ദ വാല്യൂ വിൽ ബി 13.5 mm. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ വേറൊരു ടേമാണ് വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒമേഗ 1 കണ്ടുപിടിക്കണം. ഒമേഗ 1 ഈസ് ഈക്വൽ ടു 2πn1/60 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.42 കിട്ടും. ഒമേഗ 1/ഒമേഗ 2 ആണ് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ, ദാറ്റ് വിൽ ബി ടി ബൈ സ്മോൾ ടി കിട്ടുക. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ 2 ഈക്വൽ ടു ഒമേഗ 1 ഇൻറ്റു സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി വരും. ദാറ്റ് വിൽ ബി 3.14. ഇതാണ് നമ്മളുടെ വീലിൻ്റെ വെലോസിറ്റി വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ഇൻറ്റു മാക്സിമം ഓഫ് കെ പി ഓർ പി എൽ. ഈ കെ പി ആണോ പി എൽ ആണോ വലുതെന്ന് നോക്കിയിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പം കെ പി ഇസിക്കൽ ടു 17.02 ആൻഡ് പി എൽ ഇസിക്കൽ ടു 14.48. സോ ഡെഫിനറ്റ്ലി കെ പി ഈസ് ദ ബിഗ്ഗസ്റ്റ് വാല്യൂ. സോ ദാറ്റ് വിൽ ബി 17.02 ആൻഡ് velocity of sliding will be 213.77. These for today. Thank you.